Hi dears, today we are going to discuss about type conversions in expressions. That means സിക്കകത്ത് വരുന്ന ചില ടൈപ്പ് കൺവേർഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴാണ് ടൈപ്പ് കൺവേർഷൻസ് സിക്കകത്ത് നടക്കുന്നത്? ഒരു എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ചില ടൈപ്പ് കൺവേർഷൻസ് സിക്കകത്ത് നടക്കുന്നുണ്ട്, സി പ്രോഗ്രാമിങ്ങിനകത്ത് നടക്കുന്നുണ്ട്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിലെ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് പറഞ്ഞ സമയത്ത് ഡിഫറെൻറ്റ് അരിത്തമാറ്റിക്സ് പറഞ്ഞിരുന്നു. ഇൻറ്റിജർ അരിത്തമാറ്റിക്, റിയൽ അരിത്തമാറ്റിക്സ് ആൻഡ് മിക്സഡ് മോഡ് അരിത്തമാറ്റിക്സ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മിക്സഡ് മോഡ് അരിത്തമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഇൻറ്റിജർ നമ്പറും ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറും യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിവിഷനായിരുന്നു മിക്സഡ് മോഡ് അരിത്തമാറ്റിക്കിനകത്ത് കണ്ടത് അല്ലേ. അപ്പം ഒരു ഇൻറ്റിജർ നമ്പറും ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും റിസൾട്ട് കിട്ടുക? എന്തായാലും ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിരിക്കും റിസൾട്ടായിട്ട് വരിക. അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്ലോട്ടിംഗ് പോയിന്റ് കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻറ്റിജറും ഫ്ലോട്ടിംഗ് പോയിന്റും കൂടെ വരുന്ന സമയത്ത് അവിടെ സി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് കൺവേർഷനാണ്. ടൈപ്പ് കൺവേർഷൻ ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട്, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ സി നടത്തുന്ന ടൈപ്പ് കൺവേർഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ടൈപ്പ് കൺവേർഷൻസ് രണ്ട് ടൈപ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഇംപ്ലിസിറ്റ് ഓർ ഓട്ടോമാറ്റിക് ടൈപ്പ് കൺവേർഷൻ, അതുപോലെ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് ഓർ ടൈപ്പ് കാസ്റ്റിംഗ് കൺവേർഷൻ. ഈ രണ്ട് ടൈപ്പ് കൺവേർഷൻസ് ആണ് സിക്കകത്ത് എക്സ്പ്രഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നടക്കുന്നത്. സോ ഇംപ്ലിസിറ്റ് ഓർ ഓട്ടോമാറ്റിക് ടൈപ്പ് കൺവേർഷൻ എന്താണെന്നുള്ളത് നോക്കാം. When variables and constants of different data types are combined in an expression, then they are converted to same data type. നമുക്കറിയാം, ഒരു എക്സ്പ്രഷനകത്ത് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിലുള്ള ഓപ്പറൻസുകൾ ഉണ്ടായിരിക്കും അല്ലേ. ഒരു എക്സ്പ്രഷനകത്ത് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിലുള്ള ഓപ്പറൻസുകൾ ഉണ്ടാവും. ഈ ഓപ്പറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേരിയബിൾസ് ആവാം, കോൺസ്റ്റൻസ് ആവാം അല്ലേ. ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ഓപ്പറൻസ്, ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ആയിട്ടുള്ള വേരിയബിൾസിനെയും കോൺസ്റ്റൻസിനെയും ഒക്കെ കൺവേർട്ട് ചെയ്തിട്ട് സെയിം ഡാറ്റ ടൈപ്പ് ആക്കി മാറ്റുന്നതിനെയാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്? ഇൻറ്റിജർ, ഫ്ലോട്ടിംഗ് പോയിന്റ് അല്ലേ, ക്യാർ, അങ്ങനെയുള്ള ഡാറ്റ ടൈപ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഉള്ള ഓപ്പറൻസുകളെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്തിട്ട് സെയിം ഡാറ്റ ടൈപ്പ് ആക്കി മാറ്റും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ സെയിം ഡാറ്റ ടൈപ്പ് ആക്കി മാറ്റണമെങ്കിൽ പ്രത്യേക റൂൾസ് ഉണ്ടായിരിക്കുമല്ലോ. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് സി എന്ത് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഉള്ള ഒരു എക്സ്പ്രഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ സെയിം ഡാറ്റ ടൈപ്പ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. If the operands are of different data types, the lower type is automatically converted to the higher type before the operation proceeds. Okay. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഉള്ള ഓപ്പറൻസിനെ എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യുന്നു പറഞ്ഞു. സെയിം ഡാറ്റ ടൈപ്പ് ആക്കിയിട്ട് വേണം അതിനെ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് മുന്നേ ലോവർ ടൈപ്പുള്ള ഡാറ്റേനെ, ദാറ്റ് മീൻസ് ലോവർ ഡാറ്റ ടൈപ്സ് ഉണ്ടാവും, ഹയർ ഡാറ്റ ടൈപ്സ് ഉണ്ടാവും. അപ്പോൾ ലോവർ ഡാറ്റ ടൈപ്സ് ഉള്ളതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഹയർ ഡാറ്റ ടൈപ്സ് ആക്കി മാറ്റിയിട്ടാണ് അവിടെ ഓപ്പറേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ലോവർ ടൈപ്പും ഹയർ ടൈപ്പും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹയറാർക്കി ഉണ്ട്. ഓക്കെ. ആ ഹയറാർക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലോവർ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്, ഹയർ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്. അപ്പം ലോവർ ഡാറ്റ ടൈപ്സ് ഉള്ളതും ഹയർ ഡാറ്റ ടൈപ്സ് ഉള്ളതും ഒരു ഡാറ്റ ടൈപ്പാണ് ഒരു എക്സ്പ്രഷനകത്ത് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന് എല്ലാം കൂടെ എന്ത് ചെയ്യും? ഒറ്റ ഹയർ ടൈപ്പ് ഡാറ്റ ടൈപ്പ് ആക്കി മാറ്റിയതിന് ശേഷമാണ് എന്ത് ചെയ്യുക? അല്ലെങ്കിൽ സെയിം ഡാറ്റ ടൈപ്പ് ആക്കി മാറ്റിയതിന് ശേഷമാണ് എന്ത് ചെയ്യുക? അവിടെ എന്ത് ഓപ്പറേഷനാണോ നടത്തേണ്ടത് ആ ഓപ്പറേഷൻ നടത്തുന്നത്. സോ ഈ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് സി ചെയ്യുന്ന ഒരു കൺവേർഷനാണ്. യൂസർ അല്ലെങ്കിൽ പ്രോഗ്രാമർ മാനുവലി ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് സി പ്രോഗ്രാമിങ്ങിനകത്ത് നടക്കുന്ന ഒരു കൺവേർഷനാണ്. അതുകൊണ്ടാണ് ഇത് ഓട്ടോമാറ്റിക് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ഓർ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
It is used when we want to force a type conversion in a way that is different from automatic conversion. നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന ഒരു കൺവേർഷനാണ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ കേസിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ഇൻറ്റിജർ നമ്പറും ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് എന്തായിരിക്കും? ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ആ കേസിൽ ഇൻറ്റിജർ നമ്പറിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലോട്ടിംഗ് പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്കൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് റിസൾട്ടായിട്ട് കിട്ടുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് ഒരു ഇൻറ്റിജർ നമ്പർ തന്നെയാണ് റിസൾട്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫ്ലോട്ടിംഗ് പോയിന്റിനെ കൂടി ഇൻറ്റിജറായിട്ട് ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്യണം. എന്നാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ഒരു ഇൻറ്റിജർ നമ്പർ ആയിരിക്കും. സോ അങ്ങനെ നമ്മൾ ഫോഴ്സ്ഫുള്ളായിട്ട് ടൈപ്പ് കൺവേർഷൻസ് ചെയ്യുന്നതിനെയാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇംപ്ലിസിറ്റ് കൺവേർഷനകത്ത് ഒരു ഹൈറാർക്കി കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ആ ഹൈറാർക്കിൻ്റെ ബേസിലാണ് ലോവർ ഡാറ്റ ടൈപ്പ് ഉള്ള ഒരു ഓപ്പറൻറ്റും ഹയർ ഡാറ്റ ടൈപ്പ് ഉള്ള ഒരു ഓപ്പറൻറ്റും ഒരു എക്സ്പ്രഷനകത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഹയർ ഡാറ്റ ടൈപ്പ് ആക്കി മാറ്റിയതിന് ശേഷമാണ് അവിടെ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ആ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുമ്പം ഹയർ ഡാറ്റ ടൈപ്പിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഹയറാർക്കി എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ലോവർ ഡാറ്റ ടൈപ്സ് ആയിട്ട് വരുന്നത് ക്യാര്, ഷോർട്ട്, ഇതൊക്കെ എന്താണ്? ലോവർ ഡാറ്റ ടൈപ്സ് ആണ്. ദെൻ അതിൻ്റെ മുകളിലാണ് ഇൻറ്റ് ഡാറ്റ ടൈപ്പ്. ദെൻ അതിൻ്റെ മുകളിലാണ് അൺസൈൻഡ് ഇൻറ്റ്, ദെൻ ലോങ് ഇൻറ്റ്, ദെൻ അൺസൈൻഡ് ലോങ് ഇൻറ്റ്, ദെൻ ഫ്ലോട്ട്, ദെൻ ഡബിള്, ദെൻ ലോങ് ഡബിള്. ഇങ്ങനെയാണ് ആ ഹൈറാർക്കി പോകുന്നത്. താഴെ നിന്ന് മുകളിലേക്കാണ് ഹയർ ഡാറ്റ ടൈപ്പ് ആയിട്ട് പോകുന്നത്. മനസ്സിലായോ? ഹൈറാർക്കി ഏറ്റവും ഹൈ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഹയർ ഡാറ്റ ടൈപ്പിൽ വരുന്നത് ലോങ് ഡബിളാണ്. മനസ്സിലായോ? ലോവർ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാരും ഷോർട്ടും ഒക്കെയാണ് ലോവർ ഡാറ്റ ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഒരു എക്സ്പ്രഷനകത്ത് ഇൻറ്റും ഫ്ലോട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ അതിനെന്താക്കി മാറ്റും? ഇപ്പോൾ ഒരു എക്സ്പ്രഷനകത്ത് നമുക്ക് ഓപ്പറൻസ് എന്ന് പറയുന്നത്, ഒരു എക്സ്പ്രഷൻ്റെ ഓപ്പറൻസ് എന്ന് പറയുന്നത് എന്തുണ്ട്? ഇൻറ്റും ഫ്ലോട്ടും ഉണ്ട്. ഓക്കെ, ഇൻറ്റിജർ നമ്പറും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഉണ്ട് എന്ന് കരുതാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസ് അല്ലേ? ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. അവിടെ ഇൻറ്റിജർ നമ്പറും ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറും ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സി എന്താണ് ചെയ്യുക? ഈ ലോവർ ഇൻറ്റിജർ എന്ന് പറയുന്നത് എന്താണ്? ലോവർ ഡാറ്റ ടൈപ്പാണ് അല്ലേ? ഫ്ലോട്ട് എന്ന് പറയുന്നത് ഹയർ ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ ലോവർ ഡാറ്റ ടൈപ്പും ഹയർ ഡാറ്റ ടൈപ്പും കൂടെ മിക്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി സി എന്ത് ചെയ്യും? ഈ ഇൻറ്റിജർ എന്ന് പറയുന്ന ലോവർ ഡാറ്റ ടൈപ്പിനെ ഹയർ ഡാറ്റ ടൈപ്പ് ആക്കി മാറ്റി, ദാറ്റ് മീൻസ് ഫ്ലോട്ടിംഗ് പോയിന്റിനെ ആക്കി മാറ്റിയിട്ടാണ് അവിടെ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് ആ ടൈപ്പ് കൺവേർഷൻ നടക്കുന്നത്. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സി ഹയർ ഡാറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാരും ഇൻറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ അതിനെ രണ്ടിനെയും എന്താക്കും? ഇൻറ്റാക്കി മാറ്റും. ഇനി ഇൻറ്റും അൺസൈൻഡ് ഇൻറ്റും കൂടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനെ രണ്ടിനെയും അൺസൈൻഡ് ഇൻറ്റാക്കി മാറ്റും. ഓക്കെ, ഇനി അൺസൈൻഡ് ഇൻറ്റും ലോങ് ഇൻറ്റും ആണ് ഒരു എക്സ്പ്രഷനകത്ത് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനെ ലോങ് ഇൻറ്റാക്കി മാറ്റാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെ ലോങ് ഇൻറ്റാക്കി മാറ്റും. അല്ല, ലോങ് ഇൻറ്റാക്കി മാറ്റാൻ പറ്റാത്തതാണ് എന്നുണ്ടെങ്കിൽ അൺസൈൻഡ് ലോങ് ഇൻറ്റാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കൺവേർഷനാണ് അവിടെ നടക്കുന്നത്. ഇനി ഫ്ലോട്ടും ഡബിളും കൂടി വന്നു കഴിഞ്ഞാൽ എന്താക്കും? രണ്ടിനെയും ഡബിളാക്കി മാറ്റും. ഓക്കെ, ഏത് ഡാറ്റ ടൈപ്പാണോ ഹയർ ഡാറ്റ ടൈപ്പായിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ ഫോമിലേക്ക് രണ്ട് ഓപ്പറൻസിനെയും മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇംപ്ലിസിറ്റ് കൺവേർഷനകത്ത് ഫോളോ ചെയ്യുന്ന റൂൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ആ ഹൈറാർക്കി നോക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ലോവർ ഡാറ്റ ടൈപ്പിന് ഹയർ ഡാറ്റ ടൈപ്സ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഹയർ ഡാറ്റ ടൈപ്സിൻ്റെ ഫോമിലേക്ക് ആക്കി മാറ്റിയതിന് ശേഷമാണ് അവിടെ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുക. ആ റൂൾസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇഫ് വൺ ഓഫ് ദ ഓപ്പറൻറ്റ് ഈസ് ലോങ് ഡബിൾ, ദ അതർ വിൽ ബി കൺവേർട്ടഡ് ടു ലോങ് ഡബിൾ ആൻഡ് ദ റിസൾട്ട് വിൽ ബി ലോങ് ഡബിൾ. നമ്മൾ കണ്ടു ഏറ്റവും ഹയർ ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് ഏതാ? ലോങ് ഡബിൾ ആയിരുന്നു അല്ലേ?
ഏറ്റവും ഹയർ ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് ലോങ് ഡബിൾ ആയിരുന്നു. അപ്പോൾ എക്സ്പ്രഷനകത്ത് ലോങ് ഡബിൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ലോങ് ഡബിൾ ഏതെങ്കിലും ഒരു ഓപ്പറൻറ്റ് ലോങ് ഡബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ലോങ് ഡബിൾ ആക്കിയിട്ട് മാറ്റിയിട്ടാണ് അവിടെ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എൽസ് ഇനി ലോങ് ഡബിൾ ഇല്ലെങ്കിൽ എന്ത് ചെക്ക് ചെയ്യും? ഇഫ് വൺ ഓഫ് ദ ഓപ്പറൻറ്റ് ഈസ് ഡബിൾ, ഏതെങ്കിലും ഒരു ഓപ്പറൻറ്റ് ഡബിൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ലോങ് ഡബിൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ലോങ് ഡബിൾ ഇല്ലെങ്കിൽ ഡബിൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഡബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഡാറ്റ ടൈപ്പും ഡബിളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആണ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, then else if one of the operand is float, the other will be converted to float and the result will be float. ഓക്കെ, അപ്പം ഇനി ഡബിളും ഇല്ലെങ്കിൽ എന്ത് ചെക്ക് ചെയ്യും? ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഫ്ലോട്ട് ഡാറ്റ ടൈപ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയുള്ള മറ്റേതെങ്കിലും ഡാറ്റ ടൈപ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ എന്താക്കി മാറ്റും? ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ആക്കി മാറ്റിയതിന് ശേഷമാണ് അവിടെ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുക. അതുപോലെ റിസൾട്ട് എന്തായിരിക്കും? ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലായിരിക്കും റിസൾട്ട് ഉണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഹയറിൽ നിന്ന് ചെക്ക് ചെയ്ത് തുടങ്ങുകയാണ് ചെയ്യുക. ലോങ് ഡബിൾ ഉണ്ടോ ചെക്ക് ചെയ്യും, ഇല്ലെങ്കിൽ ഡബിൾ ഉണ്ടോ ചെക്ക് ചെയ്യും, ഡബിൾ ഇല്ലെങ്കിൽ ഫ്ലോട്ട് ഉണ്ടോ ചെക്ക് ചെയ്യും, ദെൻ ഫ്ലോട്ടും ഇല്ലെങ്കിൽ അൺസൈൻഡ് ലോങ് ഇൻഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ ആ ഹയർ ഓർഡർ കീപ്പ് ചെയ്തിട്ട് വേണം എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യാൻ. ഓക്കെ, ആ ഒരു രീതിയിലാണ് എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ആ റൂൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ഒരു കേസാണ്. എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്പ്രഷനകത്ത് ഓപ്പറൻസിൻ്റെ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്തിട്ട് അവിടെ ഹയർ ഡാറ്റ ടൈപ്പിലുള്ള ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. എന്നാൽ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാമർക്ക് വേണ്ടിയിട്ട്, പ്രോഗ്രാമറിൻ്റെ ആവശ്യപ്രകാരം ഫോഴ്സ്ഫുള്ളി നമ്മൾ ഒരു ഡാറ്റ ടൈപ്പിനെ കൺവേർട്ട് ചെയ്തിട്ട് വേറൊരു ഡാറ്റ ടൈപ്പ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. The type conversion performed by the programmer using the typecast operator. Typecast operator വെച്ചിട്ട് പ്രോഗ്രാമർ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞു പ്രോഗ്രാമറാണ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുന്നത്? ടൈപ്പ് കാസ്റ്റ് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ. ടൈപ്പ് കാസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്പെഷ്യൽ ഓപ്പറേറ്റർ ആണ് ടൈപ്പ് കാസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത്? അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റേഷ്യോ ഈക്വൽ ടു മെയിൽ നമ്പർ ബൈ ഫീമെയിൽ നമ്പർ. ദാറ്റ് മീൻസ് നമുക്കറിയാം ഒരു മെയിൽ നമ്പർ എന്ന് പറയുന്നതും ഒരു ഫീമെയിൽ നമ്പർ എന്ന് പറയുന്നതും ഇൻഡിജേഴ്സ് ആയിരിക്കും അല്ലേ. നമ്പർ എന്ന് പറയുമ്പം ഇത് ഇൻഡിജേഴ്സ് ആയിരിക്കും, ഫ്രാക്ഷൻ പാർട്ട് വരും അവിടെ ഇല്ല. മെയിൽ നമ്പർ എന്ന് പറയുന്നതും ഫീമെയിൽ നമ്പർ എന്ന് പറയുന്നതും രണ്ടും ഇൻഡിജേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇൻഡിജർ ഡാറ്റ ടൈപ്പാണ് അവിടെ വരിക. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇൻഡിജർ ഡാറ്റ ടൈപ്പുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എന്തായാലും ഒരു ഇൻഡിജർ ഡാറ്റ ടൈപ്പാണ് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റില്ല, ഈ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഫോഴ്സ്ഫുള്ളി ഈ ഒരു മെയിൽ നമ്പറിനെ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മളവിടെ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതാണ്. രണ്ടും ഇൻഡിജർ ഡാറ്റ ടൈപ്പ് ആകുമ്പോൾ കമ്പൈലർ എന്തെങ്കിലും ചെയ്യോ? ഇല്ല, രണ്ടും സെയിം ഡാറ്റ ടൈപ്പാണ് അല്ലേ. സെയിം ഓർഡറിലുള്ള രണ്ടും ഇൻഡിജർ ഡാറ്റ ടൈപ്പ് ആകുമ്പോൾ സെയിം ഡാറ്റ ടൈപ്പാണ് അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പൈലർ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നും തന്നെ ചെയ്യില്ല. അപ്പോൾ പ്രോഗ്രാമർ റേഷ്യോ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമർ എന്ത് ചെയ്യും? ഈ മെയിൽ നമ്പർ എന്ന് പറയുന്ന ഇൻഡിജർ ഡാറ്റ ടൈപ്പിനെ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ആണ് അവിടെ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ എയിം എന്ന് പറയുന്നത് റേഷ്യോ ഫ്ലോട്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഫ്ലോട്ട് ഏതെങ്കിലും ഒരു ഓപ്പറൻറ്റിന് ഫ്ലോട്ട് കൊടുത്തത്. ഇവിടെ മെയിൽ നമ്പറിനോ അല്ലെങ്കിൽ ഫീമെയിൽ നമ്പറിനോ ഏതെങ്കിലും ഒരു ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട് ആക്കിയാൽ മതി. ഓക്കെ, നമ്മൾ മിക്സ്ഡ് മോഡിൽ കണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ റിസൾട്ട് എന്തായിരിക്കും? ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിരിക്കും റിസൾട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് റേഷ്യോ ഫ്ലോട്ടിംഗ് പോയിന്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഓപ്പറൻറ്റിനെ ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മെയിൽ നമ്പറോ ഫീമെയിൽ നമ്പറോ ഏതും കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൽ നമ്പറാണ് ഡാറ്റ ടൈപ്പ് കൺവേർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. സോ ഇതാണ് ഇവിടെ ടൈപ്പ് കാസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഏത്
ഓപ്പറൻറ്റിനെയാണോ നമ്മൾ ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്, ആ ഡാറ്റ ടൈപ്പിന് മുന്നേ നമ്മൾ പാരന്തസിസിൻ്റെ ഉള്ളിൽ ഏത് ഡാറ്റ ടൈപ്പിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഫ്ലോട്ടിംഗ് പോയിന്റിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പാരന്തസിസിൻ്റെ ഉള്ളിൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യും. ദെൻ അതിനെയാണ് എന്ത് ചെയ്യുന്നത്, ടൈപ്പ് കാസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു പാർട്ടിനെയാണ് ടൈപ്പ് കാസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ റിസൾട്ട് ഫ്ലോട്ടിംഗ് പോയിന്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട് ദ കൺവേർഷൻ ഈസ് ജസ്റ്റ് ലോക്കൽ. എന്താ ജസ്റ്റ് ലോക്കൽ ആണെന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഈ ഒരു എക്സ്പ്രഷനെ റേഷ്യോ ഈക്വൽ ടു മെയിൽ നം ബൈ ഫീമെയിൽ നം, ആ ഒരു എക്സ്പ്രഷൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ മെയിൽ നമ്പർ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെയിൽ നം ഓൾറെഡി ഉണ്ടായിരുന്ന ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് തന്നെ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് കൺവേർഷൻ ഈസ് ജസ്റ്റ് ലോക്കൽ എന്ന് പറയുന്നത്. ആ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം, ദാറ്റ് മീൻസ് റേഷ്യോ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റിൽ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്, ഫ്ലോട്ട് ഇൻറ്റിജർ എന്നുള്ളതിന് ഫ്ലോട്ടാക്കി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ മെയിൽ നമ്പറിൻ്റെ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് തന്നെ ആയിരിക്കും, മെയിൽ നമ്പറിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇൻറ്റിജറിനെ ഫ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൺവേർഷൻ ഈസ് ജസ്റ്റ് ലോക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇപ്പോൾ ഈ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ്റെ ഫോമാണ് പറയുന്നത്. ദ ജനറൽ ഫോം ഓഫ് എ കാസ്റ്റ് ഈസ് ഈ ടൈപ്പ് ബ്രാക്കറ്റിനകത്ത് ടൈപ്പ് നെയിം ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എക്സ്പ്രഷൻ. ആ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ജനറൽ ഫോമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോമാറ്റിലെ നമ്മളിവിടെ കണ്ടത്, ഇപ്പോൾ ഒരു മെയിൽ നമ്പറിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്തു, ഏത് ടൈപ്പിലേക്കാണോ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് അത് പാരാന്തസിസിൻ്റെ ഉള്ളിൽ കൊടുത്തു അല്ലേ, അതാണ് ടൈപ്പ് കാസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഫോമാറ്റാണ് അതിനുണ്ടായിരിക്കുക എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ബി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻറ്റിജർ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറാണ്. അപ്പം ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിന് എനിക്കൊരു ഇൻറ്റിജർ നമ്പറായിട്ട് കിട്ടണം. ഓക്കെ, ഇപ്പോൾ ബീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സപ്പോസ് 5.3 ആണെന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് എന്ത് ചെയ്യണം, ഒരു ഇൻറ്റിജർ നമ്പർ ആക്കി കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യും. ടൈപ്പ് കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുക, ടൈപ്പ് നെയിം, ഏത് ഡാറ്റ ടൈപ്പിലേക്കാണോ എനിക്ക് അതിനെ കൺവേർട്ട് ചെയ്യേണ്ടത് ആ ഡാറ്റ ടൈപ്പ് പാരാന്തസിസിൻ്റെ ഉള്ളിൽ കൊടുക്കും. ദെൻ എക്സ്പ്രഷൻ, ഇപ്പോൾ ബി എന്ന് പറയുന്നതിനെയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എനിക്ക് എന്താ കിട്ടുക, 5 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും റിസൾട്ട് കിട്ടുക. ഫ്ലോട്ട് എന്ന് പറയുന്ന വാല്യൂ മാറിയിട്ട് അതിൻ്റെ ഇൻറ്റിജർ ആക്കി മാറ്റണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, ടൈപ്പ് കാസ്റ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്താൽ മതി. ടൈപ്പ് കാസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡാറ്റ ടൈപ്പിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അത് പാരാന്തസിസിൻ്റെ ഉള്ളിൽ ആ എക്സ്പ്രഷന് തൊട്ട് മുന്നിൽ കൊടുക്കുക. ഓക്കെ, അപ്പം അതിനെയാണ് ടൈപ്പ് കാസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുക. അപ്പം ഇങ്ങനെയുള്ള കൺവേർഷൻ നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതാണ്, പ്രോഗ്രാമറിൻ്റെ ആവശ്യപ്രകാരം ചെയ്യുന്നതാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ആണെന്നുണ്ടെങ്കിലോ സി കമ്പൈലർ ഓട്ടോമാറ്റിക്കലി എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ലോവർ ഡാറ്റ ടൈപ്പ് ഉള്ളതിനെ ഹയർ ഡാറ്റ ടൈപ്പ് ആക്കി മാറ്റുന്നതിനെയാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഈ രണ്ട് മെത്തേഡിൻ്റെ ആ ഡിഫറൻസ് മനസ്സിലാക്കിയാൽ മതി. ഒന്ന് ഓട്ടോമാറ്റിക്കലി സി കമ്പൈലർ ചെയ്യുന്നതാണ്, മറ്റേത് പ്രോഗ്രാമറിൻ്റെ ആവശ്യപ്രകാരം ചെയ്യുന്നതാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ടൈപ്പ് കൺവേർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.